ഫ്ലക്സ് കീറിയെന്നാരോപിച്ച് വിദ്യാർത്ഥിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ. സംഭവം പാറ്റൂർ ശ്രീബുദ്ധ കോളേജിൽ കറ്റാനം സ്വദേശി ജിഷ്ണുവിനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഡിവൈഎഫ്ഐ നേതാവായ ശ്രീനന്ദും സംഘവും. ഡിവൈഎഫ്ഐ ആക്രമണത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഗോകുലാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. ഗോകുലെ, ആദ്യം ചോദിക്കേണ്ടത് ഈ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. എങ്ങനെയാണ്? ഗുരുതരമായി തുടരുകയാണോ? എന്താണ് അത് സംബന്ധിച്ച വിവരം? ഹരിശ്രീ, അതായത് പരിക്കേറ്റ ജിഷ്ണുവിന് കൈക്ക് നല്ല ഗുരുതരമായിട്ട് മുറിവേറ്റിട്ടുണ്ട്, ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. ഈ കൈക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പാറ്റൂർ ശ്രീബുദ്ധ കോളേജിലാണ്. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ കീറിയെന്നാരോപിച്ചുകൊണ്ട് പരസ്പരം വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടാവുകയും പിന്നീട് അത് കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ശ്രീനന്ദൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഉള്ള അക്രമി സംഘമാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് 3 അംഗ സംഘമായിട്ടുള്ള വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് ആക്രമിച്ചത്. ഒരു വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കത്തി കുത്താൻ ശ്രമിക്കുന്നതിനിടെ ഈ ജിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥി പെട്ടെന്ന് ഇടയിൽ കയറി തടയാൻ ശ്രമിച്ചപ്പോഴാണ് ജിഷ്ണുവിൻ്റെ കയ്യിൽ ഇത്തരത്തിൽ ആഴത്തിൽ മുറിവേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു വിദ്യാർത്ഥിയുടെ പുറം ഭാഗത്തും കത്തി കൊണ്ട് മുറിവേറ്റിട്ടുണ്ട്. 3 വിദ്യാർത്ഥികൾക്കാണ് ഇവരുടെ ആക്രമണത്തിലാകെ പരിക്കേറ്റിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സംഭവത്തിൽ 5 പേർക്കെതിരെ നൂറനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേരിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 പേർ ഇപ്പോഴും ഒളിവിലാണ്. അതിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഈ ശ്രീനന്ദൻ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അയാളടക്കം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തെരച്ചിൽ ഊർജിതമാക്കിയതായിട്ട് നൂറനാട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഹരിശ്രീ, ശരി, വ്യക്തമാണ്. വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഫ്ലക്സിന്റെ പേരിലായിരുന്നു സംഭവം നടന്നത്. ഗൂഗിളിലാണ് വിവരങ്ങൾ നൽകിയത്.